എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ജിദ്ദയിലെ ഒരു മഞ്ഞുമലയൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടിക്കണോ? കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ചുരുക്കം പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. നമുക്കൊന്ന് പോയി കണ്ടാലോ? ഇത് മഞ്ഞുമല അല്ലല്ലേ, ഇത് ഉപ്പുപാടാണ്. ജിദ്ദയിലെ കുമ്രയിലുള്ള ഉപ്പുപാടാണ്. ഇന്നിവിടെ മഴ പെയ്തിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കാണുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ വെള്ളമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ. നമ്മൾ ഈ കാണുന്ന മലകളൊക്കെ ഉപ്പുകളാണ്. ഇതിനി മാർക്കറ്റിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. ഈ കാണുന്നതൊക്കെ ഉപ്പിൻ്റെ കട്ടകളാണ് കേട്ടോ. വേസ്റ്റ് വരുന്ന കട്ടകളാണ്. എന്താല്ലേ, എന്താ ഭംഗി! ഒരു യൂറോപ്യൻ സ്റ്റൈലില്ലേ? ഈ കാണുന്ന ചാക്കിലൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ച ഉപ്പുകളാണ്. ഇനി ഇവിടുന്ന് വണ്ടി വന്നിട്ട് ലോഡ് കൊണ്ടുപോകും. മരുഭൂമിയിലെ ഒരു മഞ്ഞുമല, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. നോക്ക്, മരുഭൂമിയിലൊരു മഞ്ഞുമല അല്ലേ? നമ്മൾ ഈ കാണുന്നത് കടലല്ല കേട്ടോ, ഇതൊരു തടാകമാണ്. കടലിലെ വെള്ളം ഒരു തടാകത്തിലേക്ക് കൊണ്ടുവന്നൊക്കെയാണ്. ആ കൊണ്ടുവന്ന വെള്ളത്തിന് എന്ത് ചെയ്യും? ഇതേപോലെ കാണുന്ന ബോട്ട് പോലത്തെ ഈ പാത്രം, ഇതൊരു പാത്രമാണ്. ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കും. പിന്നെ എന്നിട്ട് ആ വെള്ളത്തിന് എന്ത് ചെയ്യും? കാറ്റിന്റെയും വെയിലിന്റെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ട് അതിലത്തെ വെള്ളത്തിനെ മാത്രം ആവിയാക്കിയിട്ട് അതിൽ ഉപ്പ് മാത്രം ആ പാത്രത്തിൽ ഇങ്ങനെ നിൽക്കും. അതാണ് കേട്ടോ, അങ്ങനെയാണ് ഉപ്പ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോ കാണുന്നത് ഇവിടുത്തെ തൊഴിലാളികൾ റെസ്റ്റ് എടുക്കുന്ന റൂമാണ് കേട്ടോ. ഇതൊരു മെഷീന്റെ സഹായത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ വല്ല രാസവസ്തുക്കളോ ഉപയോഗിച്ചിട്ടൊന്നും അല്ല കേട്ടോ. പക്കാ ഓർഗാനിക് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ബാഷ്പീകരണം നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ആ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കണവര്. നമുക്ക് ലൈവായിട്ട് ഇവിടെ തന്നെ റെക്കോർഡ് ചെയ്യാൻ കഴിയൂല. അത്രയും കാറ്റാണെന്ന് പറയാൻ, അത്രയും കാറ്റാണ്. ഇവിടെ കുറേ തൊഴിലാളികളുണ്ട്. ബംഗ്ലാദേശ്, അതേപോലെ തന്നെ നൈജീരിയ, സുഡാനികൾ എല്ലാവരും ഉണ്ട് ഇവിടെ വർക്ക് ചെയ്യണ.
നമ്മൾ ഈ കാണുന്നതൊക്കെ ഉപ്പാണ് കേട്ടോ, ഉപ്പിന്റെ കട്ടകളാണ്. എന്താ ഭംഗിയില്ലേ? ഈ ബോട്ട് പോലെ കാണുന്നതാണ്, ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ഒഴിച്ചു വെച്ചിട്ട്, ഇതിലൊഴിച്ചു വെച്ചിട്ടാണ് അതിലത്തെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ വറ്റിച്ചിട്ടാണ് അതിന് ഉപ്പ് മാത്രം, കണ്ടന്റ് മാത്രമാണ് അതിന് എടുക്കുന്നത്. ഇത് കാണുമ്പോൾ വിചാരിക്കും നമ്മൾ അന്റാർട്ടിക്കയിലാണ്. എന്താ അല്ലേ, എന്താ ഭംഗി നോക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി സ്ഥലം. എന്തായാലും ജിദ്ദയിലുള്ള ആൾക്കാരൊക്കെ മസ്റ്റായിട്ട് ഒന്ന് വന്ന് കണ്ട് കാണാം. എന്താ ഭംഗി അറിയോ? ഇങ്ങനെയുണ്ട് വീഡിയോ. അപ്പോൾ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയേ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.